ഹായ്, ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെൻറ്ററിങ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഹാപ്പി റിലേഷനിലാണെങ്കിൽ പോലും ചില സമയത്ത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആളുകളായിരിക്കാം. ആദ്യം ഹാപ്പി റിലേഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ എല്ലാം ഷെയർ ചെയ്ത് ഒരുപോലെ ഗ്രോ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ എപ്പോഴും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്, ഹാപ്പി ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറ്റിംഗ് ഇല്ല, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കള്ളം പറയുന്നില്ല, ഒക്കെ ഉണ്ട്. ഇത്രയും നല്ലൊരു ഹെൽത്തി റിലേഷനും ഇത്രയും ഹാപ്പി ആയിട്ടുള്ള റിലേഷനിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടാവും ഇടയ്ക്ക്. നമുക്ക് തന്നെ കാണാൻ പറ്റും പല റിലേഷനിലും, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുവിധ റിലേഷനിലൊക്കെ ഇപ്പോൾ കാണുന്നൊരു കാര്യമാണ്. ഇത്ര ഹാപ്പി റിലേഷനാണോ എന്ന് നമുക്ക് തോന്നുക പോലും അവരുടെ ഇടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല, ചീറ്റിംഗ് ഇല്ല, കള്ളം പറയുന്നില്ല, എല്ലാം നല്ല നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇവർക്ക് ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങളും അതിൽപ്പെട്ട ഒരാളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഈ ഇൻസെക്യൂരിറ്റി എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി റിലേഷനിൽ ഒരിക്കലും ഒരു ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യാതെ ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾ മൈൻഡ് റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ ആദ്യം നിങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ സംസാരിക്കുന്ന സമയത്ത് അത് കരുതിയിട്ടല്ല പറയുന്നത്, അല്ലെ അവർ സംസാരിക്കുന്നതിൻ്റെ ഉള്ളിൽ അവരെന്തോ കരുതിയിട്ടാണ് പറയുന്നതെന്ന് ഊഹിക്കുക. അതുപോലെ ചിലപ്പോൾ അവർ മൂഡ് ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർ സൈലൻ്റ് ആവുന്ന സമയത്ത് അവർ സൈലൻ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ സൈലൻ്റ് ആയിട്ടുണ്ട്, അത് ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ടായിരിക്കാം അവൻ സൈലൻ്റ് ആയത് എന്നൊക്കെ കരുതുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോഴും നമ്മളെല്ലാവരും പറയുന്ന പോലെ ഒരു റിലേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനാണ് ഇതിന് വേണ്ടത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളുടെ പാർട്ട്ണറുടെ മൈൻഡ് നിങ്ങൾ റീഡ് ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യണമെന്ന് നിങ്ങൾ കരുതാതെ ഇരിക്കുക. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അല്ലെ പറയേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പറയുക തന്നെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പാർട്ട്ണർ എന്താണോ പറയുന്നത് അത് അതുപോലെ ഉൾക്കൊള്ളുക. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, അല്ലെ അതല്ല അവൻ ഉദ്ദേശിച്ചെന്ന് ഊഹിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെയോ അല്ലെ പെർഫെക്റ്റ് റിലേഷൻഷിപ്പിനോ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് റിലേഷൻ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കരുതുന്ന പോലെ ഒരിക്കലും ഒരു പാർട്ട്ണർക്ക് ആവാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇൻപെർഫെക്റ്റ് ആണെന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഇൻപെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാർട്ട്ണറും ചെറിയ ചെറിയ ഇൻപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും, അത് നോർമലാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ കരുതിയതുപോലെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് കിട്ടുകയില്ല. എപ്പോഴും ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ പാർട്ട്ണറിൽ കാണാൻ വേണ്ടി ശ്രമിക്കുകയും കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഇൻസെക്യൂർ ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഒഴിവാക്കുക. ഇൻപെർഫെക്ഷൻസ് എല്ലാവർക്കും ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഈ പറയാൻ പോകുന്ന കാര്യം നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ പല റിലേഷനിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തന്നെ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. മുൻപ് റിലേഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിലെത്ര ബാഡ് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലത്തെ എന്തെങ്കിലുമൊക്കെ ബാഡ് മെമ്മറീസ് നിങ്ങൾ ഇപ്പോഴത്തെ റിലേഷനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അത് മുഴുവനായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ച പഴയ ആളല്ല നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നിങ്ങളുടെ കൂടെയുള്ളത് പുതിയൊരു പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്താഗതികളും അവരുടെ പ്രവൃത്തികളും ഒന്നും കഴിഞ്ഞു പോയ പാർട്ട്ണറെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. രണ്ടുപേരും 2 ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മെമ്മറീസും അനുഭവങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, മുന്നേ കഴിഞ്ഞു പോയ റിലേഷനിലെ ബാഡ് മെമ്മറീസോ ട്രോമാസോ ഒക്കെ പലരും ഇപ്പോഴും പുതിയ റിലേഷനിലേക്ക് കടന്നിട്ട് പോലും ഇടയ്ക്കൊക്കെ ഈ നമ്മുടെ പുതിയ പാർട്ട്ണർ അത് ചെയ്യുന്ന അല്ലെ അതിലുപോലെ എന്തെങ്കിലും ആ ഒരു റിലേഷനിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തുടർച്ച ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞു പോയ റിലേഷൻ പോലെ ആകുമോ, കഴിഞ്ഞ റിലേഷൻ പോലെ ഒരു ട്രോമയായിട്ട് ഈ റിലേഷനും മാറുമോ എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുന്നതും അതുപോലെ പാർട്ട്ണറെ കമ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് സ്ഥിരം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ മുഴുവനായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇതുവരെ നിങ്ങളുടെ റിലേഷനിൽ ഇല്ലാത്ത പ്രോബ്ലംസ് വരെ ഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലും വലിയ വലിയ പ്രോബ്ലംസ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ അതെന്തോ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, അതുപോലെ ചിന്തിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ മുഴുവൻ തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ സ്വയം ഫുള്ള് തെറ്റാണ് എന്നൊക്കെ കരുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് കരുതുക എന്നുള്ളതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ്. 5-ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നിങ്ങൾ മുഴുവനായിട്ട് ഒഴിവാക്കുക. അതെ, നമ്മളെല്ലാവരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്, ഓവർ തിങ്കേഴ്സ് തന്നെയാണ് നമ്മൾ ചുറ്റുമുള്ളവരൊക്കെ. എന്നാലും നെഗറ്റീവ് തിങ്കിങ് കുറയ്ക്കുക. നമ്മൾ എല്ലാ കാര്യവും നെഗറ്റീവായിട്ട് എടുക്കുന്ന സമയത്ത് അത് വളരെ ബാഡായിട്ട്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടാണ് നമ്മൾ റിലേഷനെ പിന്നീട് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ചെയ്യുന്ന ചെറിയ ചെറിയ കുറ്റങ്ങളായിക്കോട്ടെ, അതൊക്കെ വലിയ നെഗറ്റീവായിട്ട് കാണുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണറിനും ഉണ്ടാവും. അവർ പെർഫെക്റ്റ് അല്ല, ഫുള്ളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അപ്പം അവരിലുണ്ടാകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ പോലും വലിയ എന്തോ നെഗറ്റീവാണ്, ഇത് റിലേഷൻ മുന്നോട്ട് പോവില്ല എന്നൊക്കെ ചിന്തിച്ച് കൂട്ടാതിരിക്കുക. അതുപോലെ ചെറിയ ചെറിയ അടികളൊക്കെ എല്ലാ റിലേഷനിലും ഉണ്ടാകും എന്ന് തിരിച്ചറിയുക. ഈ ചെറിയ അടികൾ പോലും വലിയ വലിയ എന്തോ സംഭവമാണെന്ന് കരുതി അത് നെഗറ്റീവായിട്ട് കരുതി വെക്കുന്നത് ഒഴിവാക്കുക. നെഗറ്റീവ് തിങ്കിങ് പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ റിലേഷനിലെ ഇൻസെക്യൂരിറ്റീസ് ഒഴിവായി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതുപോലെ റിലേഷൻഷിപ്പ് അഡ്വൈസിനോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണോ, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ ഈ കണ്ടൻറ്റ് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ മൈൻഡ്സും പറഞ്ഞ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.